അതുങ്ങളുടെ ജനലിനാണെങ്കിൽ ഒരു കുറ്റിയില്ല. അത് പകുതി തുറന്നിട്ടേക്കുക. എങ്ങനെ അതിനകത്ത് കിടക്കുന്ന ക്ലോസറ്റിനകത്ത് ടൈൽസ് പൊട്ടിച്ചിട്ടേക്കുക. അതുങ്ങൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നത്? പറ, പെൺകുട്ടികളല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം. അപമര്യാദയായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒരു സാറിന്റെ ഭാഗത്ത് അത് ഉണ്ടായിരുന്നുണ്ട്. അധ്യാപകർക്ക് പ്രോപ്പറായിട്ടുള്ള ക്വാളിഫിക്കേഷനുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അവരതിന് തന്നെ ഉത്തരം മുട്ടി. അവരുണ്ട്, ഇപ്പോൾ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറ്റില്ല, കുറച്ച് സമയം വേണം, ഞങ്ങൾ കാണിക്കാം എന്ന തരത്തിലേക്കുള്ള സംസാരങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. മെസ്സിനകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ആകപ്പാടെയുള്ള സമനിലയും കൂടി തെറ്റിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുകയുണ്ട്. പത്തനംതിട്ട ഇലവന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന AFPT എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് ഇന്നലെ ഫോക്കസ് TV ഒരു വാർത്ത നൽകിയിരുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയത്. വലിയ രീതിയിൽ ആ വാർത്ത ചർച്ചയായതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി സംഘടനയായ AISF ഇന്ന് ഇവിടേക്ക് പ്രതിഷേധമായി എത്തുകയും ഏതാണ്ട് 2.5 മണിക്കൂറോളം സമയം ഈ കോളേജ് ഗേറ്റിന് മുൻപിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ പോലും ക്യാമ്പസിനകത്തേക്ക് കടത്തിവിടാൻ മാനേജ്മെൻറ്റ് തയ്യാറായത്. എന്നാൽ ഈ ക്യാമ്പസിനകത്ത് കടന്നതിന് ശേഷം ഇന്നലെ കേട്ടതിനപ്പുറമായുള്ള വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ ക്യാമ്പസിലുള്ളത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കുട്ടികളടക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറയുന്നത്. 10:30 നമ്മളിവിടെ എത്തിയതാണ്. ഇവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കുക എന്നുള്ളൊരു അജണ്ട മാത്രമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. നമ്മളങ്ങനെ കയറാൻ വേണ്ടി ഇവിടെ വന്നു. നമ്മൾ അതിനുള്ള അനുമതി ചോദിച്ചു. ആ അനുമതി അവർ അപ്പാടെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം നമ്മളെ ഒരു വിദ്യാർത്ഥിയെയും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി നേതാവിനെ ഇതിനകത്തേക്ക് കയറി വിടില്ല എന്നുള്ളൊരു ധാർഷ്ട്യത്തിലേക്ക് അവരെത്തിയപ്പോഴത്തേക്ക് AISFന് ബദൽ സംവിധാനം ആലോചിക്കേണ്ടതായിട്ട് വന്നു. ഈ ബദൽ സംവിധാനം ആലോചിച്ചപ്പോൾ നമുക്കിത് പൂട്ടേണ്ടി വന്നു. കാരണം നമ്മളെ അകത്തേക്ക് ഒരു വിദ്യാർത്ഥി സമൂഹത്തെ കേൾക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ഇരിക്കുന്നിടത്ത് അവർ വന്ന് കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് AISFനെ പോലൊരു സമര സംഘടനയ്ക്ക് അത് ബാധ്യസ്ഥമാണ്. അത് ഞങ്ങളുടെ കടമയും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പൂട്ടിയതും ആ പൂട്ടിയതിൻ്റെ ഫലമായിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം നമ്മളിവിടെ കുത്തിയിരിക്കുകയുണ്ടായി. കുത്തിയിരിക്കുന്നതിൻ്റെ എനിക്കൊന്ന് മീഡിയയുടെ സമ്മർദ്ദമായിരിക്കാം, മറ്റുള്ള സമ്മർദ്ദമായിരിക്കാം. എന്തുകൊണ്ടായാലും അവരുടെ മാനേജ്മെൻറ്റ് ഇവിടെ വെളിയിൽ വരികയും നമ്മോട് സംസാരിക്കണമെന്ന് പറയും. നമ്മളെ തിരിച്ച് അവരുടെ ഓഫീസിലേക്ക് കൊണ്ടെത്തുകയും ചെയ്തു. ഓഫീസിൽ ചെന്നതിന് ശേഷം നമ്മൾ അവരുടെ മാനേജ്മെൻറ്റുമായിട്ട് കൃത്യമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നുള്ള അവർ സ്ഥിരീകരിക്കുകയും അതിനുശേഷം നമ്മളെ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് നമുക്ക് പറഞ്ഞ വിദ്യാർത്ഥികളെ കാണണം, മുഴുവൻ വിദ്യാർത്ഥികളെയും നമുക്ക് കണ്ട് സംസാരിക്കണം, വിദ്യാർത്ഥികളെയും പ്രത്യേക സ്പെഷ്യലായിട്ടും വിദ്യാർത്ഥിനികളോട് നമുക്ക് സംസാരിക്കണം എന്നുള്ള കാര്യം നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. അതിനുള്ള ഒരു അവസരം അവരുണ്ടാക്കി തന്നു. വിദ്യാർത്ഥികളെയും മുഴുവൻ നിർത്തിക്കൊണ്ട് നമുക്കൊരു സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി. പക്ഷേ അവിടെ തൊട്ട് ഈ നമ്മൾ നേരത്തെ വന്നിരുന്നതിൻ്റെ മുഴുവൻ ചിത്രവും മാറുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇതിനകത്തുള്ള സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോക്കസ് ന്യൂസിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്നലെ കണ്ടത്. അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് തന്നെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാത്റൂമും ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഇല്ല. വെള്ളം എടുത്ത് നമ്മളൊന്ന് കുടിക്കാനായിട്ട് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ചുവയുള്ള വെള്ളമാണ്. നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് അതെടുത്ത് കുടിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വെള്ളം വരുന്നു. ഇതൊന്നും കൂടാതെ വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ കാര്യം, ഒരു സാറിൻ്റെ ഭാഗത്തുനിന്ന് അപമര്യാദയായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടില്ലെങ്കിലും അപമര്യാദയായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒരു സാറിൻ്റെ ഭാഗത്ത് അത് ഞങ്ങൾ കൃത്യമായിട്ട് ആ സാറിനെ അവിടെ വിളിച്ചു നിർത്തി സംസാരിച്ച് ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ സമരത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറുമെന്ന് കൃത്യമായ താക്കീത് നൽകിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ സീറ്റിൽ ഇരുത്തിയത് തന്നെ. കുട്ടികളോട് മോശമായ രീതിയിലുള്ള സംസാരത്തിൻ്റെ അവിടെ ഒരു PT സാറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മിസ് കാണണമെന്ന് നമ്മൾ ആവശ്യം ഉന്നയിച്ചു. മിസ് കാണുന്നതിന് ആദ്യം ഒരു വിമുഖത കാട്ടിയെങ്കിലും പിന്നെ അവർ മിസ് കാണിക്കാമെന്ന് ഏർപ്പെടുത്തു. മെസ്സിനകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ആകപ്പാടെയുള്ള സമനിലയും കൂടി തെറ്റിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുകയാണ്. മെസ്സിനകത്ത് അതായത് പയർവർഗ്ഗങ്ങളാണ് എന്ന് തോന്നുന്നു ഇന്ന് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. അതെല്ലാം പൂത്ത് ആകപ്പാടെ നശിച്ച അവസ്ഥയിലാണ് അതിൻ്റെ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ പഴകിയ വെളിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കുകയാണ്, വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇന്ന് എടുത്തിരിക്കുന്ന കടലക്കറി, ഇതിനെ പറയുമ്പോൾ ബാലിശികമായിട്ട് തോന്നിയേക്കാം, എങ്കിലും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇന്നെടുത്ത കടലക്കറി ഒന്ന് മണപ്പിച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് തീർത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഏത് തരത്തിലായാലും ശരി 2-3 ദിവസത്തേക്ക് AISFൻ്റെ ജില്ലാ സെൻറ്റർ അകത്ത് കയറും എന്നുള്ള കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ സെൻറ്ററിൽ നിന്ന് വരുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സമരസഖാക്കളായിരിക്കില്ല. ജില്ലാ സെൻറ്ററിനെ നിയോഗിച്ച് ഒന്നുകിൽ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തെ കേന്ദ്രീകരിക്കുന്ന ഇവിടുത്തെ ഭാരവാഹികളായിരിക്കും എത്തുന്നത്. ആ ജില്ലാ സെൻറ്ററിനെ തടയുന്ന തരത്തിലേക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇവരുടെ കൂടിയാലോചനകൾക്ക് ശേഷം ഇത് ഏത് രീതിയിൽ പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ജില്ലാ സെൻറ്ററിനെ ഏതെങ്കിലും ഒരാളെ ഇതിനകത്ത് കയറുന്നതിനകത്ത് തടയാൻ ഇനി അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ AISFൻ്റെ സമരത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറ്റാൻ തന്നെയാണ് തീരുമാനം. സമരസംഘടനയായി തന്നെ ഇനി AISFനെ അവർക്ക് കാണേണ്ടി വരും. ഇനിയിപ്പോൾ ലീഗലായിട്ട് നമുക്ക് ഇന്ന് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സമരമെടുത്ത് മുന്നോട്ട് പോയി മാത്രം പോകാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ കളക്ടർക്കും DYSPക്കും കൃത്യമായിട്ടുള്ള ഇതിൻ്റെ പരാതി AISFൻ്റെ ലെവലിൽ AISFൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും പ്രസിഡന്റ് നിലയിൽ ആദിസറൈസും ഞങ്ങൾ 2 പേരുടെ പേരിൽ പരാതി ഇപ്പോൾ തന്നെ കൊടുത്തിട്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് പാർട്ടീസിലോട്ട് പോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നമ്മുടെ ഒരു 2 ടീമുകൾ നാളെയും മറ്റന്നാളുമായിട്ടും ഈ ക്യാമ്പസിൽ തന്നെ ഉണ്ടാവും. അവർ പറയുമ്പോൾ കുറച്ച് ബാത്റൂമുണ്ട്, കുളിക്കാൻ കുളിമുറിയുണ്ട്, അല്ലാതെ ബാത്റൂമുണ്ട് എന്ന് വെച്ചാൽ അതിനകത്ത് കുറേ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നിനകത്തും വെള്ളമില്ല. വെള്ളം ഉള്ളത് 1-2 എണ്ണം. ഈ എല്ലാ പെൺകുട്ടികളും എങ്ങനെ ആ 2 എണ്ണത്തിനകത്ത് എങ്ങനെ ഒരുമിച്ച് കുളിക്കുന്നത്? എങ്ങനെ ആ വെള്ളമുള്ള ഇതിനകത്താണെങ്കിൽ പൂട്ടുമില്ല. പോട്ടെ,
ആ തറയെ മുഴുവൻ അഴുക്ക് എന്ന് വെച്ചാൽ ഞാനും കൂടി കയറിയപ്പോൾ തന്നെ എനിക്ക് എന്നെ തെന്നിപ്പോവുക. അതുങ്ങൾ എങ്ങനെ അതിനകത്ത് വിശ്വസിച്ച് കുളിക്കുന്നത്? അതിനകത്ത് എങ്ങനെ അവർ ഡ്രസ്സ് മാറുന്നത്? എങ്ങനെ ക്ലോസറ്റിനകത്ത് ടൈൽസ് പൊട്ടിച്ചിട്ടേക്കുക? അതുങ്ങൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നത്? പറ, പെൺകുട്ടികളല്ലേ, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? പിന്നെ വാഷ് ബേസിനകത്താണെങ്കിൽ 2-3 ദിവസം മുമ്പുള്ള ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ അതിനകത്ത് പുഴുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ദൂരത്തോട് കൂടി പോകാൻ പറ്റത്തില്ല. ഇത് കണ്ടോ പുഴു അരിച്ച അവസ്ഥയാണ്. ഇതുങ്ങൾ എങ്ങനെ അവിടെ കൈ കഴുകുന്നതും എടുക്കുന്നത്? നമുക്ക് അതിന്റെ പരിസരത്തുകൂടി കൂടി പോകാൻ പറ്റത്തില്ല. അതുങ്ങളുടെ ജനലിനാണെങ്കിൽ ഒരു കുറ്റിയില്ല, അത് പകുതി തുറന്നിട്ടേക്കുക. എങ്ങനെ അതുങ്ങൾ അതിനകത്ത് കഴിയുന്നത്? വളരെ വൃത്തികെട്ട ഒരു ഇതാണ്. അതുങ്ങൾ എങ്ങനെ ഈ വീട്ടുകാരെ വിശ്വസിച്ച് അതുങ്ങളെ ഇങ്ങോട്ട് പഠിക്കാനാണ് വിട്ടതാ. വലിയ ഫീസ് കൊടുത്ത് വിട്ടേക്കുക. പക്ഷെ അതുങ്ങളെ വളരെ ദുർഘടമായ ഒരു അവസ്ഥയെ കൂടെ പോകുന്നത്. ബാത്റൂമിന്റെ കാര്യത്തിന് പറഞ്ഞാൽ തെന്നിപ്പോവാ, നാറ്റം കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അവരെന്നോട് പറഞ്ഞു, വരുന്നവരെ എല്ലാം വീട്ടിൽ നിന്ന് പേരൻസ് വരുവാണെങ്കിൽ താഴത്തെ ഫ്ലോർ കാണിക്കും, മേളത്തേത് കാണിക്കത്തില്ല. നിങ്ങൾ ആദ്യം എന്നെ വിളിച്ചോണ്ട് പോയത് മേളിലോട്ടാ. വളരെ വൃത്തികേടായിട്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ല. ബാത്റൂമിന് കുറ്റി അതും ഇതും കാര്യങ്ങളും ഒന്നുമില്ല. അധ്യാപകർക്ക് പ്രോപ്പറായിട്ടുള്ള ലൈസൻസുകളോ അല്ലെങ്കിൽ അവർക്ക് ക്വാളിഫിക്കേഷനുകളോ ഉണ്ടോ എന്ന് ചോദിച്ചു. അവരതിന് തന്നെ ഉത്തരം മുട്ടി. അവരുണ്ട്, ഇപ്പോൾ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറ്റില്ല, കുറച്ച് സമയം വേണം, ഞങ്ങൾ കാണിക്കാം എന്ന തരത്തിലേക്കുള്ള സംസാരങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്രയും നേരം ഇവരുടെ ഈ കിടന്നുരുളുന്ന കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവർ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റത്തിലൂടെ അല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ പറഞ്ഞു നമുക്ക് വിദ്യാർത്ഥികളുമായി സംസാരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിദ്യാർത്ഥികളെ കാണുകയും വിദ്യാർത്ഥികളെ സംസാരിക്കുകയും ചെയ്തത്. വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ ഏകദേശം 180ഓളം വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പസിനുള്ളിൽ ഈ സെൻറ്ററുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നമുക്കറിയാം, ആ 180 വിദ്യാർത്ഥികളോടും ആ ക്ലാസ് മുറിയിലിരുത്തി സംസാരിച്ചപ്പോൾ പലരുടെയും മുഖത്തെ പേടിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നിരവധി സമയം നമ്മൾ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിലെ ഒരു കുട്ടി എണീറ്റ് ആദ്യം തന്നെ പറഞ്ഞു, കാര്യങ്ങൾ എങ്ങനെയാണ് സാർ, ഇതുപോലെയാണ്, പ്രശ്നമുണ്ട്, ഇവിടെ ഈ ക്യാമ്പസിനുള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്കിത് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ഒരാളിൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, ഇത് ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ അടക്കം ഞങ്ങൾക്ക് നാളെ പണിഷ്മെൻറ്റ് തരും, ഞങ്ങൾക്ക് പ്രശ്നമാണ്. വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കാനായിട്ട് നേതൃത്വം നൽകുന്ന ഇത്തരം ക്യാമ്പസുകൾ അടച്ചുപൂട്ടണമെന്ന് തന്നെയാണ് AISFൻ്റെ തീരുമാനം. ഈ വിദ്യാർത്ഥികൾക്കടക്കം ഭക്ഷണമടക്കം മോശമായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് AISFൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജില്ലയിലെ DYSPക്കും അതുപോലെ തന്നെ കളക്ടർക്കും വേണ്ടപ്പെട്ട അധികാരികൾക്കും ഉടൻ തന്നെ ഇതുമായി കത്ത് കൊടുക്കുന്നതാണ്. ഇതിന്മേൽ എന്ത് നടപടിയാണെങ്കിലും കൃത്യതയോടെ ഇതിന്മേൽ നടപടി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് AISFൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇത് സമരമായി തന്നെ കണ്ട് വരും ദിവസങ്ങളിലും ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് പോകുമെന്ന് മാത്രം പറയാം. ജില്ലാ കളക്ടർക്കും ചൈൽഡ് ലൈനും അടക്കം പരാതി നൽകിക്കൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും വരും ദിവസങ്ങളും പ്രതിഷേധം കടുപ്പിക്കുമെന്നുമാണ് AISF നേതാക്കൾ വ്യക്തമാക്കിയത്. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന വിഷയമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുണ്ടാകണം. പത്തനംതിട്ടയിൽ നിന്നും ആരോമലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.